വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലേൺ വിത്ത് ഐ സ്ക്വയർ. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ കുറിച്ച് ക്ലാസ്സുകൾ മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്: പ്രൈമറി സെക്സ് ഓർഗൻ, സെക്കൻഡറി സെക്സ് ഓർഗൻസ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ. പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുമ്പോൾ ഓവറിയാണ് വരുന്നത്. സെക്കൻഡറി സെക്സ് ഓർഗനിൽ അസസറി ഗ്ലാൻഡും അസസറി ഡക്റ്റുമാണ് വരുന്നത്. എക്സ്റ്റേണൽ ജെനിറ്റാലിയയിലാണ് വൾവ വരുന്നത്. അപ്പോൾ ഇത്രയും ചേരുന്നതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓവറി. Ovaries are the primary female sex organ that produce the female gamete and several steroid hormones. Ovaries എന്ന് പറയുന്നത് ഫീമെയിൽസിലെ പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. ഈ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫീമെയിൽ ഗമേറ്റ് ആയിട്ടുള്ള ഓവവും അതേപോലെ തന്നെ സെവറൽ സ്റ്റിറോയിഡ് ഹോർമോൺസ് അല്ലെങ്കിൽ ഓവേറിയൻ ഹോർമോൺസിനെയുമാണ്. ഈ ഓവേറിയൻ ഹോർമോൺസ് എന്ന് പറയുന്നത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, റിലാക്സിൻ, ഈ 3 ഹോർമോൺസ് ആണ് ഓവേറിയൻ ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. ഓവറീസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ ഈച്ച് സൈഡ് ഓഫ് ദ ലോവർ അബ്ഡോമൻ ആൻഡ് റിമെയിൻ അറ്റാച്ച്ഡ് ടു ദ പെൽവിക് വോൾ ആൻഡ് യൂട്രസ് ബൈ ഓവേറിയൻ ലിഗമെന്റ്സ്. ഓവറീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലോവർ അബ്ഡോമൻ്റെ ഈച്ച് സൈഡിലേക്കുമാണ്. അതുപോലെ ബാക്കി വരുന്ന ഭാഗങ്ങൾ നമ്മുടെ പെൽവിക് വോളിലേക്കും യൂട്രസിലേക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ഓവേറിയൻ ലിഗമെന്റ്സ് വെച്ചിട്ടാണ് പെൽവിക് വോളിലേക്കും യൂട്രസിലേക്കും ഓവറീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈച്ച് ഓവറി ഈസ് ആൽമണ്ട് ലൈക്ക് ഫ്ലാറ്റൻഡ് ബോഡി മെഷറിംഗ് അബൌട്ട് 2 to 4 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത്. ഓരോ ഓവറിയും ഫ്ലാറ്റൻഡ് ബോഡിയാണ്. അവരുടെ ലെങ്ത് എന്ന് പറയുന്നത് 2 to 4 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് ഓരോ ഓവറിയും കാണുക. The outer region of the ovary is composed of developing follicles and the middle region forms the stroma which contains connective tissue, blood vessels and mature follicle. ഓവറിയുടെ ഔട്ടർ റീജിയൻ ഫോം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഡെവലപ്പിംഗ് ഫോളിക്കിൾസ് വെച്ചിട്ടാണ്. ഇതിൻ്റെ മിഡിൽ റീജിയൻ, ഓവറിയുടെ മിഡിൽ റീജിയൻ ഫോം ചെയ്തിരിക്കുന്നത് സ്ട്രോമ എന്ന് പറയുന്ന സെൽസ് വെച്ചിട്ടാണ്. ഇവിടെ അല്ലെങ്കിൽ സ്ട്രോമ എന്ന് പറയുന്ന ആ റീജിയണിൽ കണക്റ്റീവ് ടിഷ്യൂ, ബ്ലഡ് വെസൽസും മെച്ചർ ഫോളിക്കിളും ഒക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. ദ സ്ട്രോമ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 റീജിയൻ, എ പെരിഫറൽ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല. വീണ്ടും ഈ സ്ട്രോമേനെ നമ്മൾ 2 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: പെരിഫറൽ കോർട്ടെക്സും ഇന്നർ മെഡുല. ഔട്ടർ റീജിയൺ ആണ് കോർട്ടെക്സ്, ഇന്നർ റീജിയൺ ആണ് മെഡുല. അപ്പോൾ ഓവറി എന്ന് പറയുന്നത് പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഫീമെയിൽ ഗമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ ഓവേറിയൻ ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി അടുത്തതാണ് നമ്മുടെ ആക്സസറി ഡക്റ്റ്. ആക്സസറി ഡക്റ്റ് എന്ന് പറയുമ്പോൾ ദ ഓവിഡക്റ്റ് ഓർ ഫലോപ്പിയൻ ട്യൂബ്സ്, യൂട്രസ് ആൻഡ് വജൈന, ഇത്രയും ചേരുന്നതാണ് അസസറി ഡക്റ്റ്. ഫീമെയിൽ അസസറി ഡക്റ്റുകൾ ഏതൊക്കെയാണ്? ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്സ് ഉണ്ട്, യൂട്രസ്, വജൈന, ഇത്രയും, ഈ 3 എണ്ണമാണ് നമ്മൾ അസസറി ഡക്റ്റ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് അസസറി ഡക്റ്റ് ആണ് ഓവിഡക്റ്റ് ഓർ ഫലോപ്പിയൻ ട്യൂബ്സ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ അതിനെ അണ്ടവാഹിനികൾ എന്ന് വിളിക്കും. എന്താണ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്? ദ മസ്കുലാർ ട്യൂബ്സ് വിച്ച് ക്യാരി ദ ഓവം ഫ്രം ദ ഓവറി ടു ദ യൂട്രസ് ആർ കോൾഡ് ഓവിഡക്റ്റ് ഓർ ഫലോപ്പിയൻ ട്യൂബ്. ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മസ്കുലാർ ട്യൂബാണ്. ക്യാരി ദ ഓവം ഫ്രം ദ ഓവറി ടു ദ യൂട്രസ്. എന്താണ് ചെയ്യുന്നത്? ഇവര് ഓവറിയിൽ നിന്നുള്ള ഓവത്തിനെ യൂട്രസിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു മസ്കുലർ ട്യൂബാണ് ആര്? ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്സ്. അപ്പോൾ ഈ ഫലോപ്പിയൻ ട്യൂബ്സ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്
എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഓവറി ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടല്ല ഇവർ ഇരിക്കുന്നത്. ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഓവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവത്തിനെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു ട്യൂബാണ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്സ് എന്ന് പറയുന്നത്. ഈച്ച് ഫലോപ്പിയൻ ട്യൂബ് ഈസ് അബൌട്ട് 10 to 12 സെൻറ്റിമീറ്റർ ലോങ്. ഇവരുടെ ലെങ്ത് എത്രയാണ്? ഒരു 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെയാണ് ഓരോ ഫലോപ്പിയൻ ട്യൂബ്സിൻ്റെ ലെങ്ത് ആയിട്ട് പറയുന്നത്. ഈ ഫലോപ്പിയൻ ട്യൂബ്സിൻ്റെ പാർട്ട് നമുക്ക് നോക്കാം. മെയിനായിട്ട് 3 പാർട്ട് ഉണ്ട് ഈ ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റിന്. ദ ഓപ്പണിംഗ് ഓഫ് ദ ഫലോപ്പിയൻ ട്യൂബ് ഈസ് എക്സ്പാൻഡഡ് ഇൻ ടു ഫണൽ ഷേപ്പ്ഡ് ഇൻഫണ്ടിബുലം. അപ്പോൾ ആദ്യത്തെയാണ് ഇൻഫണ്ടിബുലം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഓപ്പണിംഗ് ആണ് എക്സ്പാൻഡഡ് ഇൻ ടു ഒരു ഫണൽ ഷേപ്പ്ഡ് ഇൻഫണ്ടിബുലം. ഒരു ഫണൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഓപ്പണിംഗ് ആണ് ഇൻഫണ്ടിബുലം എന്ന് നമ്മൾ വിളിക്കുന്നത്. ദ എൻഡ് ഓഫ് ദ ഇൻഫണ്ടിബുലം ഹാസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് ഫിംബ്രിയെ. ഈ ഇൻഫണ്ടിബുലത്തിൻ്റെ എൻഡിലായിട്ട് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പ്രൊജക്ഷൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ. ദേ മൂവ് ക്ലോസർ ടു ദ ഓവറീസ് അറ്റ് ഓവുലേഷൻ ടു കളക്ട് ദ ഓവം ആഫ്റ്റർ ഓവുലേഷൻ. ഈ ഫിംബ്രിയയുടെ ഫങ്ഷൻ എന്താണ്? നമ്മുടെ ഓവറിക്കകത്ത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവത്തിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ഫിംബ്രിയെ ഓവറിയുടെ അടുത്തേക്ക് ക്ലോസർ ആയിട്ട് വരും. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ ഓവത്തിനെ അവർ കളക്ട് ചെയ്യുന്നു. അതാണ് ഫിംബ്രിയയുടെ ഫങ്ഷൻ. ദ ഇൻഫണ്ടിബുലം ലീഡ്സ് ടു എ വൈഡർ പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ് കോൾഡ് ആംബ്യുള. പിന്നീട് പോകുന്നത് എങ്ങോട്ടേക്കാണ്? ദ ഇൻഫണ്ടിബുലം ലീഡ്സ് ടു എ വൈഡർ പാർട്ട്. ഓവിഡക്റ്റിൻ്റെ ഒരു വൈഡർ പാർട്ടാണ് ആംബ്യുള എന്ന് പറയുന്നത്. ഇസ്തമസ് ഈസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ് ഹാവിങ് എ നാരോ ലൂമൺ വിച്ച് ജോയിൻസ് ദ യൂട്രസ്. ലാസ്റ്റത്തെ പാർട്ടാണ് ഇസ്തമസ്. ഈ റീജിയൺ ആണ് എന്ത് ചെയ്യുന്നത്? യൂട്രസുമായിട്ട് ജോയിൻ ചെയ്യുന്ന റീജിയൻ. അപ്പോൾ ഓവിഡക്റ്റ് എന്താന്ന് പഠിച്ചു. അതൊരു ആക്സസറി ഡക്റ്റ് ആണ്. ഫസ്റ്റ് ആക്സസറി ഡക്റ്റ് ആണ്. രണ്ടാമത്തെയാണ് യൂട്രസ്. യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയം. എന്താണ് യൂട്രസ്? ഇറ്റ് ഈസ് എ സിംഗിൾ ഹോളോ മസ്കുലർ ആൻഡ് ഇൻവേർട്ടഡ് പിയർ ഷേപ്പ്ഡ് സ്ട്രക്ചർ. യൂട്രസ് എന്ന് പറയുന്നത് സിംഗിൾ ആണ്, ഹോളോയാണ്. അതുപോലെ തന്നെ ഒരു ഇൻവേർട്ടഡ് പിയർ ഷേപ്പ്ഡ് സ്ട്രക്ചർ ആണ് യൂട്രസിന് കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ പിക്ചർ നോക്കാം. പിക്ചറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും യൂട്രസിൻ്റെ സ്ട്രക്ചർ എന്താണ്. ഇനി ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ലിഗമെന്റ്സ് ആൻഡ് അറ്റാച്ച്ഡ് ടു ദ പെൽവിക് വോൾ. പെൽവിക് വോളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് യൂട്രസ് ഇരിക്കുന്നത്. യൂട്രസിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ലിഗമെന്റ്സ് വെച്ചിട്ടാണ് യൂട്രസിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇനി ഈ യൂട്രസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ റെക്റ്റത്തിൻ്റെയും ബിറ്റ്വീൻ ആയിട്ടാണ് യൂട്രസിൻ്റെ പൊസിഷൻ. യൂട്രസിന് മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്. 3 പാർട്ടിൽ അപ്പർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടസ്. മുകളിലുള്ള പാർട്ടാണ് ഫണ്ടസ് എന്ന് പറയുന്ന പാർട്ട്. രണ്ടാമത്തെ പാർട്ടാണ് ബോഡി. തിക്ക് വാൾഡ് എക്സ്പാൻഡഡ് പോർഷൻ എൻക്ലോസസ് ദ യൂട്രൈൻ ക്യാവിറ്റി. രണ്ടാമത്തതാണ് ബോഡി. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നാരോ പാർട്ട് ഓഫ് ദ യൂട്രസ് വിച്ച് ഓപ്പൺ ഇൻ ടു വജൈന. വജൈനയിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു നാരോ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സെർവിക്സ് എന്ന് വിളിക്കുന്നത്. ദ ക്യാവിറ്റി ഓഫ് ദ സെർവിക്സ് ഈസ് കോൾഡ് സെർവിക്കൽ കനാൽ. അപ്പോൾ ക്യാവിറ്റീനെ നമ്മൾ സെർവിക്സിൻ്റെ ക്യാവിറ്റീനെ വിളിക്കുന്ന പേരാണ് സെർവിക്കൽ കനാൽ എന്ന്. ദ സെർവിക്കൽ കനാൽ എലോങ് വിത്ത് വജൈന ഫോംസ് ദ ബർത്ത് കനാൽ. അപ്പോൾ സെർവിക്കൽ കനാലും വജൈനയും കൂടെ ചേരുന്നതാണ് ബർത്ത് കനാൽ. അതേപോലെ തന്നെ യൂട്രസിൻ്റെ വോൾ എന്ന് പറയുന്നത് 3 ലെയേഴ്സ് ഓഫ് ടിഷ്യൂ വെച്ചിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് പെരിമെട്രിയം, സെക്കൻഡ് ലെയർ ഈസ് മയോമെട്രിയം, തേർഡ് ലെയർ ഈസ് എൻഡോമെട്രിയം. ഫസ്റ്റ് വൺ ഏതാണ്? പെരിമെട്രിയം. ഔട്ടർ തിൻ കവറിങ് ഓഫ് ദ യൂട്രസ് വാൾ. യൂട്രസ് വാളിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന ഒരു ഔട്ടർ കവറിങ് ആണ് പെരിമെട്രിയം. രണ്ടാമത്തെ ലെയർ ഓഫ് ടിഷ്യൂ ആണ് മയോമെട്രിയം. മിഡിൽ തിക്ക് ലെയർ ഓഫ് സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് വിച്ച് കൺട്രാക്ട് സ്ട്രോങ്ലി ഡ്യൂറിങ് ഡെലിവറി ഓഫ് ദ
ബേബി. മയോമെട്രിയം എന്ന് പറയുന്നത് മിഡിലായിട്ട് കാണുന്ന തിക്ക് ലെയർ ഓഫ് സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ഉള്ള ലെയറാണ് മയോമെട്രിയം. നമ്മുടെ ബേബിയുടെ ഡെലിവറി സമയത്ത് സ്ട്രോങ് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ നടക്കുന്ന ഒരു ലെയർ എന്ന് പറയുന്നത് ഏതാണ്? ഈ മയോമെട്രിയം എന്ന് പറയുന്ന ലെയറിലാണ് ഈ കൺട്രാക്ഷൻസ് എല്ലാം നടക്കുക. അടുത്തതാണ് എൻഡോമെട്രിയം. മൂന്നാമത്തെ ലെയറാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്ന് പറയുമ്പോൾ ഇന്നർ ലെയർ ദാറ്റ് കണ്ടെയ്ൻസ് ഗ്ലാൻഡ് ആൻഡ് മെനി ബ്ലഡ് വെസൽസ്. ഇറ്റ് അണ്ടർഗോസ് സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് ദ മെൻസ്ട്രൽ സൈക്കിൾ. എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും ഇന്നർ ലെയർ ആണ്. ഇവിടെയാണ് ഗ്ലാൻഡ്സും ബ്ലഡ് വെസൽസ് ഒക്കെ കാണുന്നത്. ഈ എൻഡോമെട്രിയം ലെയറിൽ മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് അല്ലെങ്കിൽ ആർത്തവത്തിന്റെ സമയത്ത് സൈക്ലിക്കൽ ചേഞ്ചസ് നടക്കുന്ന ഒരു ലെയർ ആണ് ഏത് ലെയർ? എൻഡോമെട്രിയം എന്ന് പറയുന്ന ഈ ലെയർ. മൂന്നാമത്തെയാണ് നമ്മുടെ ആക്സസറി ഡക്റ്റിലെ മൂന്നാമത്തെയാണ് വജൈന. വജൈന എന്താണ്? ദ മസ്കുലാർ ട്യൂബ് ദാറ്റ് റൺസ് ഫ്രം ദ യൂട്രസ് ടു ദ ഔട്ട്സൈഡ് ഈസ് കോൾഡ് വജൈന. നമുക്കറിയാം ഒരു മസ്കുലാർ ട്യൂബ് ആണ്. അതെവിടെ നിന്നാണ് വരുന്നത്? യൂട്രസിൽ നിന്ന് വരുന്ന പുറത്തേക്ക് വരുന്ന ആ ഒരു മസ്കുലാർ ട്യൂബിനെയാണ് നമ്മൾ വജൈന എന്ന് വിളിക്കുന്നത്. സെർവിക്സ് ഓഫ് ദ യൂട്രസ് ഓപ്പൺ ഇൻ ടു ദ വജൈന. സെർവിക്സ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? വജൈനയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 8 സെന്റിമീറ്റർ ലെങ്ത് ആണ്. ആൻഡ് ഓപ്പൺസ് ടു ദ ഔട്ട്സൈഡ് ബിറ്റ്വീൻ യൂറിത്ര ആൻഡ് ഏനസ്. യൂറിത്രയുടെ ഏനസിന്റെ ബിറ്റ്വീൻ ആയിട്ടാണ് വജൈന വന്ന് ഓപ്പൺ ചെയ്യുന്നത്. The vagina opens into a cleft or depression of the skin called female genital opening. ഇപ്പോൾ വജൈന ഓപ്പൺ ചെയ്യുന്നത് ഒരു ക്ലഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്കാണ്. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫീമെയിൽ ജെനിറ്റൽ ഓപ്പണിംഗ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് വജൈനയുടെ ഫങ്ഷൻ ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, റിസീവ് സെമൻ ഫ്രം ദ മെയിൽ ഡ്യൂറിങ് മേറ്റിംഗ്. മേറ്റിങ്ങിന്റെ സമയത്ത് സെമൻ ഫീമെയിലേക്ക് സ്വീകരിക്കുന്ന സ്ഥലമാണ് ഇത് വജൈന. അതേപോലെ തന്നെ മെൻസ്ട്രൽ ഫ്ലോ അലോ ചെയ്യുന്ന റീജിയൻ ആണ് വജൈന എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പാർട്ടൂറീഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് ബർത്ത് കനാലായിട്ട് ആക്ട് ചെയ്യുന്നതും ഏതാണ്? നമ്മുടെ വജൈനയാണ്.